തെരുവുകളിൽ ഒറ്റപ്പെട്ടുപോയ ഭവനരഹിതരായ ആളുകളെ സംരക്ഷിക്കുന്നതിനാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഉദയം പദ്ധതി ആവിഷ്കരിച്ചത്. 2020 ആ പദ്ധതി ആരംഭിച്ച് നിരവധി ആളുകളെ പുനരധിവസിപ്പിച്ചു. പക്ഷേ എങ്കിലും ഇന്നും തെരുവിടങ്ങളിൽ അന്തിയുറങ്ങുന്നവർ വിരളമല്ല നഗരത്തിൽ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ദീപക് മലയമ്മ നമുക്കൊപ്പം രാത്രി കാഴ്ചകളുമായി ചേരും. വഴിയോര ജീവിതങ്ങൾ സുരക്ഷിതമോ എന്നാണ് ചോദ്യം. ദീപക്, കൊച്ചിയിലെ കാഴ്ച നമ്മൾ കണ്ടു. കോഴിക്കോട്ടെ കാഴ്ചകൾ എങ്ങനെയാണ്? ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുൻവശത്താണ്. ഇത് എല്ലാ സമയത്തും ഇതുപോലെ ഗതാഗതമുള്ള മേഖലയാണ് എന്ന് പറയാം. ഈ ഒരു പ്രദേശത്താണ് നിരവധി ആളുകൾ ഇപ്പോൾ റോഡരികിൽ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തിന്റെ പല മേഖലകളിൽ ഇത്തരത്തിൽ കിടക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമിട്ട് 2020 നേരത്തെ ഉദയം പദ്ധതി ജില്ലാ ഭരണകൂടം കൊണ്ടുവരുന്നത്. അത് പ്രകാരം ആളുകളെ ഇവിടെ നിന്നും മാറ്റുകയും അവർക്ക് ഷെൽട്ടർ ഹോം തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യക്ഷമമായി ആ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ള നിലയിലേക്ക് ആളുകൾ എത്തിയില്ല എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നത് നമുക്ക് കാണാം. അവരെ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതിലെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇതിലൊന്ന് സംസാരിച്ച് നോക്കാം. ചേട്ടാ, എന്താ ഇവിടെ കിടക്കുന്നേ? വീട് കാര്യമൊന്നുമില്ല. ഇല്ല. നിങ്ങൾ എവിടെ? സ്വദേശം എവിടെയാ? സ്വദേശം തിരുവനന്തപുരം. ജോലിക്ക് പോകാറുണ്ടോ? ജോലിക്ക് പോകാറുണ്ട്. കൂലി വെച്ച് വേറെ എവിടെയും താമസിക്കാൻ പറ്റുന്ന സാഹചര്യം? അങ്ങനെ സ്ഥിരം പണിയൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും തിരുവനന്തപുരത്തുകാർ തന്നെയാണോ? കുറെ കാലമായി ഇവിടെ കിടക്കാൻ തുടങ്ങി? കുറച്ച് കാലം കൊണ്ടേ ഉള്ളൂ. ചെറിയൊരു പണി കിട്ടി കഴിഞ്ഞാൽ കടയിൽ നിൽക്കും. ഇവിടെ ഇങ്ങനെ കിടക്കുമ്പം അപകടമല്ലേ? വാഹനങ്ങളൊക്കെ ഓടുന്നത് കാണുന്നില്ലേ? വേറെ നിവർത്തിയില്ല. അവിടെ ഇവിടെ പോകാനോ സാഹചര്യം വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട്. നിങ്ങൾക്കൊരു ഷെൽട്ടർ ഹോമിലേക്കൊക്കെ മാറ്റി തരുവാണെങ്കിൽ പോകാൻ തയ്യാറാണോ? ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ ജോലിയോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, തയ്യാറാണോ? അരുൺ, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒഴിവുകഴിവുകൾ എന്ന് പറയേണ്ടിയും വരും. കാരണം ചിലരെങ്കിലും ആ തരത്തിലുള്ള മറുപടി. ചേട്ടാ, എവിടെയാ? സ്ഥലം എവിടെയാ? തമിഴ്നാട്. വീട് തമിഴ്നാടാ? എന്താ ഇവിടെ കിടക്കുന്നത്? പണിക്ക് വന്ന പണിയില്ല. ഇവിടെ കിടക്കുന്നു. പണി കഴിഞ്ഞിട്ട് ഇവിടെയാണോ കിടക്കുന്നത്? പണിയില്ല, പോവും. അതുകൊണ്ട് ഇവിടെ കുറേ ആയോ ഇവിടെ വന്ന്? ഇല്ല, ഞാൻ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇങ്ങനെ തെരുവിലേക്ക് എത്തിപ്പെട്ട ആളുകളുണ്ട്. ഇവിടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉണ്ട്. നൗഷാദുണ്ട്. നൗഷാദ്, നേരത്തെ 2020 നമ്മൾ കുറേ ആളുകളെ ഉദയത്തിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് നടക്കുന്നില്ലേ? അത് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് അനിക്കുന്ന രീതിയിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ പേരിൽ അവിടുന്ന് ചാടിപ്പോരുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ പാവപ്പെട്ട ആളുകളും തീരെ പിന്നെ വീടൊന്നുമില്ലാത്ത, താമസിക്കാൻ ഇടമില്ലാത്ത ആളുകളും അതുപോലെ തന്നെ ചില സാമൂഹ്യ ദ്രോഹികളും ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം ആളുകൾക്കൊക്കെ ഒരു വലിയ ഉപദ്രവമാകുന്നുണ്ട്. ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും അവിടെ അവശിഷ്ടങ്ങൾ കടയുടെ മുമ്പിലൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ മെഷീനറികൾ ഇത് തരംതിരിച്ച് ഇവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യണം. കാരണം ഈ കിടപ്പ് അപകടകരമാണ്. അപ്പോൾ ആ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ട് അവരെ സുരക്ഷിതരാക്കിയിട്ട് നോക്കാനുള്ള സംവിധാനം സർക്കാർ ഏജൻസികൾ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ പറയുമ്പോൾ പിന്നെ വയ്യാത്ത ആളുകൾ, ഭിന്നശേഷിക്കാരൊക്കെ ഉണ്ട് ഈ റോഡിലെ സൈഡിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ മഴയത്തും ഈ വേനലിലും ഒക്കെ വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിക്കും. പദ്ധതി വേണം, തീർച്ചയായിട്ടും ഒരു പുനരധിവാസ പദ്ധതി തീർച്ചയായിട്ടും വേണമെന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. അരുൺ, ഉദയം പദ്ധതി കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മാതൃകയാക്കാവുന്ന പദ്ധതിയാണ്. വരും കാലങ്ങളിൽ സംസ്ഥാനത്തുടനീളം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പദ്ധതിയുമാണ്. പക്ഷേ അതിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട്. അത് നേരത്തെ നൗഷാദൊക്കെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളെങ്കിലും അവിടെ വിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വാഹന ഗതാഗതം പോയാൽ ഒന്ന് ശ്രദ്ധ പാളിയാൽ ശരീരത്തിലേക്കൊക്കെ വണ്ടി വന്ന് കയറും. യെസ്, ഇത് റെയിൽവേയിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. മുഴുവൻ സമയവും ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അറിയാലോ, അത്ര കണ്ട് സജീവതയിൽ ഉണ്ടാകുന്ന റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ പരിസരത്താണ് ചിലരെങ്കിലും മദ്യപിച്ച് മതോന്മത്തരായൊക്കെ കിടക്കുന്നവരുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഈ നേരത്തെ നമ്മളടുത്ത് സംസാരിച്ചതുപോലെ ജോലിക്ക് വന്ന് അവർക്ക് നിത്യവൃത്തിക്ക് വകയില്ലാതെ ഇവിടെ കിടക്കേണ്ടി വരുന്നവരും ഉണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും അത് കൃത്യമായി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നിരവധി ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു ദീപക്.
ദീപക്, ഗുഡ് നൈറ്റ് ദീപക്. ദീപക്, ഇവർക്കൊരു ഗുഡ് നൈറ്റ് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അവർ തെരുവിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്തിലാണ് കിടന്നുറങ്ങുന്നത്. തൃശ്ശൂർ നാട്ടികയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയ 5 പേരുടെ ജീവനാണ് മദ്യപിച്ചു വന്ന ഒരു ഡ്രൈവർ ഓടിച്ചു വന്ന ഒരു വാഹനം കയറി മരിച്ചത്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതും. ഇങ്ങനെ അരക്ഷിതമായ ഇടങ്ങളിൽ അന്തിയുറങ്ങുന്ന വഴിയോര ജീവിതങ്ങളെയാണ് റിപ്പോർട്ടർ TV ഈ രാത്രിയിൽ തത്സമയം പരിചയപ്പെടുത്തുന്നത്. അന്തിയുറങ്ങാൻ തെരുവിടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നാടോടികൾ മാത്രമല്ലല്ലോ. പല വിധത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബവും വീടും നഷ്ടമായ ധാരാളം പേരും ആശ്രയിക്കുന്നതും ഈ തെരുവിടങ്ങളെ തന്നെയാണ്.